Marin? Yes, what is Hi, modern periodic flow? the physical and chemical properties of the elements are periodic functions of their atomic number. Yes. Amjit, what is the relationship between periodic property and electronic configuration? Relationship between periodic property and electronic configuration. Period. അറിയില്ല. Alfia Via. Number of period indicate the value of principal quantum number of the outermost or valency of shell. Alfia, question ഇതാണ് പീരിയോഡിക് പ്രോപ്പർട്ടിയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിലുള്ള റിലേഷൻ. പീരിയഡും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അല്ല ഞാൻ ചോദിച്ചേ, എലമെന്റുകളുടെ പ്രോപ്പർട്ടീസും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈക്വൽ അല്ല, ലാസ്റ്റ് ഷെല്ലില് വരണ മറ്റേ അതിന്റെ നമ്പർ സെയിം ആയിരിക്കും. എവിടെ? നമ്പർ ഓഫ് ഷെൽ ഈക്വൽ ടു. മനസ്സിലായില്ല. നമ്പർ ഓഫ് ഷെല്ല് ഈക്വൽ ആണോ? എന്തിനോട് ഈക്വൽ ആണോ? അല്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ലാസ്റ്റ് മറ്റേ അതിന്റെ പറയുന്ന കൺസെപ്റ്റ് വേറെയാ പറയുന്നത്, ശരിയാ, പക്ഷെ അത് വേറൊരു കാര്യമാണ് പറയുന്നത്. അഫീസ പറഞ്ഞേ, what is the relationship between periodic properties of the elements and electronic configuration? Periodic law is essential for the consequences of the periodic variation in the electronic configuration, which determines the chemical and physical properties of elements. ഒരു എലമെന്റിന്റെ ലാസ്റ്റ് അത് ഏത് ബ്ലോക്കിലാന്ന് തീരുമാനിക്കുന്ന അതിന്റെ നമ്പർ എല്ലാത്തിന്റെയും ഗ്രൂപ്പ് വൈസ് നോക്കുവാണെങ്കിൽ എപ്പോഴും സെയിം ഇതിലായിരിക്കും എല്ലാ എലമെന്റും ചെന്ന് ചേരുന്നത്. അവരപ്പോ എന്ത് ഡിറ്റർമൈൻ ചെയ്യും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പീരിയഡിന്റെ പ്രോപ്പർട്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. പീരിയോഡിക് ആയിട്ട് റെഗുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകൾക്കും സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? അപ്പൊ അവരുടെ പ്രോപ്പർട്ടീസും എങ്ങനെയായിരിക്കും? സിമിലർ ആയിരിക്കും. ഇപ്പൊ എസില് ഒരു ഇലക്ട്രോൺ എൻ്റർ ചെയ്താൽ അത് ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. എസിൽ 2 ഇലക്ട്രോൺ എൻ്റർ ചെയ്ത ലാസ്റ്റ് എഴുതി കഴിയുമ്പോൾ എസിൽ 2 ഇലക്ട്രോൺ വന്ന് നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. യെസ്, അംജദ ഒന്നുകൂടെ പറഞ്ഞേ, പീരിയോഡിക് ടേബിളിൽ മൊത്തം എത്ര പീരിയഡ് ഉണ്ട്? അംജദ 7 പീരിയഡ്. യെസ്. ആൽഫിയ, അതിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പീരിയഡിൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? ആൽഫിയ വിയ. ഷോർട്ടസ്റ്റ് പീരീഡ് ഫസ്റ്റ് പീരീഡ്, അവിടെ 2 എലമെന്റ്സ് ഹൈഡ്രജനും ഹീലിയം. യെസ്. അൽസാഫ് സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലും എത്ര എലമെന്റ്സുകൾ വെച്ചിട്ടുള്ളത്? 8 എലമെന്റ്സ്. 8 എലമെന്റ്സ്. യെസ്. ഫാത്തിമ ഷിജു, ഫോർത്തിലും ഫിഫ്തിലും എത്ര എലമെന്റ്സ് വെച്ചിട്ടുള്ളത്? ഫോർത്തിലും ഫിഫ്തിലും 18 elements. 18 elements. യെസ്. ആദിൽ, സിക്സ്തിലും സെവൻത്തിലും എത്ര എലമെന്റ്സ് വെച്ചിട്ടുള്ളത്? 32. യെസ്, 32 എലമെന്റ്സ്. ആസിം, ഗ്രൂപ്പ് 18 എലമെന്റ്സിനുള്ള ഒരു പേര് പറയൂലോ മോനെ, എന്നാണ് അത്? നോബിൾ ഗ്യാസ്. യെസ്, നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അസ്ലം, നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത എന്താ അസ്ലം? ഒരു സ്റ്റേബിളാ. യെസ്, സ്റ്റേബിൾ. എന്തുകൊണ്ടാണ് ഒരു സ്റ്റേബിൾ ആയേ? അവര് കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കൂല. എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്ത ഷഹിൻഷ? നോബിൾ ഗ്യാസ് കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കാതെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്തിന്റെ ബേസിലാ പറയുന്നത്? അവര്
ഫുൾ ഫില്ലഡ് ആണ്. യെസ്, ഫുള്ളി ഫിൽഡ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ഹാഫ് ഫിൽഡ് അല്ല, ഫുള്ളി ഫിൽഡ് ആയിട്ട്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്, അവരുടെ ഓർബിറ്റലുകളെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ടിട്ടാണ് അവരെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. യെസ്, കുറച്ചും കൂടെ മനസ്സിലാക്കിയൊക്കെ പഠിക്കാട്ടോ എല്ലാവരും. യെസ്, നോക്കാം. അപ്പൊ നമ്മള് ഞാൻ ഇന്നലെ നിങ്ങളോട് ഏതൊക്കെ പീരീഡിന്റെ കണ്ടുപിടിച്ചോണ്ട് ഞാൻ പറഞ്ഞു ജമീലത്തെ. യെസ്, 5th, 6th, 7th. യെസ്, ഇപ്പൊ ഇവിടെ 4th പീരീഡ് നമ്മൾ എഴുതി. 4th പീരീഡിൽ n is equal to 4, n ഷെല്ലാണ്, 16 ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പൊ അവിടെ 32 എലമെന്റ്സ് ആണ് അവിടെ ഉള്ളത്. there are 32 elements. യെസ്, ജമീലത്ത് പറഞ്ഞേ 5th പീരീഡിന്റെ എങ്ങനെയാ ഇവിടെ വന്നേ? 5th പീരീഡിന്റെ വേഗം പറഞ്ഞു. n is equal to 5. Yes, n is equal to 5. N square is equal to 5 square is equal to 25. Yes, 5 square is equal to 25 orbitals. That is n square into 2 is equal to 25 into 2, 15 elements. Yes, 25 into 2, 50 elements. അപ്പോൾ അവിടെ 50 elements ഉണ്ടോ? ഇല്ല. 5th പീരീഡിൽ 50 elements ഇല്ല. Why? കാരണം അവിടെ 80 elements ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ? കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നേ? എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇതിന്റെ റീസൺ പറയുന്നത് ജമീലത്തെ? കാരണം ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോൺസ് ഫിൽ ചെയ്തിരിക്കണമാണ്. യെസ്, ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് 5s നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 5th പീരീഡ് ആണ്, 5 ആണ് വരുന്നത്. 5s നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് 6s വരുന്നതിനേക്കാളും മുമ്പുള്ള ഓർബിറ്റലുകളുടെ എണ്ണം എടുത്താൽ മതി. 5s എന്ന് പറയുമ്പോഴത്തേക്കും s ഓർബിറ്റലിന് 5 എണ്ണം, എസിന് 1, ഡിക്ക് 5, പിക്ക് 3. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 6, 3, 9 തന്നെ വരുള്ളൂ. 9 ഓർബിറ്റൽസ് അവിടെ ഉള്ളൂ. 9 ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 9 into 2 18 എലമെന്റ്സേ വരുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് താഴ്ത്തോട്ടം എഴുതിക്കോ ഓർബിറ്റലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. 5th പീരീഡിന്റെ അവിടെ 5s, 4d, 5p. 5s, 4d, 5p. ബിഫോർ 6th ഷെൽ ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഈ 3 ഓർബിറ്റലുകളാണ് അവിടെ ഫിൽ ചെയ്യാൻ ഇനിയുള്ളത്. കാരണം 4 വരെയുള്ളത് 4th പീരീഡിന്റെ അവിടെ കഴിഞ്ഞു. ഇത് ഈ 4d ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം അത് ഇൻ ബിറ്റ്വീൻ കിടക്കുന്നത് കൊണ്ടാണ്. ഇടയ്ക്ക് പോയി നമുക്ക് എടുത്തുകൊണ്ട് മാറ്റാനായിട്ട് പറ്റത്തൂല്ല. യെസ്, അപ്പം s ഓർബിറ്റൽ ഒരെണ്ണമാണുള്ളത്, d 5 എണ്ണം ഉണ്ട്, p 3 എണ്ണം ഉണ്ട്. അപ്പൊ മൊത്തം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 9 ഓർബിറ്റൽ കിട്ടും. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം. സോ 18 ഇലക്ട്രോൺസ്. 18 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 18 എലമെന്റ്സ്. അതുകൊണ്ടാണ് 5th പീരീഡിൽ 18 എലമെന്റുകൾ വന്നത്. യെസ്, സുഹാന 6th പീരീഡിന്റെ കാര്യം പറഞ്ഞു. ഇതേപോലെ 6th പീരീഡ് സുഹാന. യെസ്, അഷ്കർ. ടീച്ചർ പറഞ്ഞേ 6th പീരീഡിന്റെ പറഞ്ഞേ. n is equal to 6. Yes, n is equal to 6. Then n square is equal to 6 square, 36. 36 orbitals. Then Orbitals 36. ഇനി 2 into n square. Elements 36 into 2. 36 into 2. 72. Yes, 72 elements. പക്ഷെ ഇത്ര എലമെന്റ്സ് 6th പീരീഡിൽ ഉണ്ടോ? ഇല്ല. 6th പീരീഡിൽ എത്ര എലമെന്റ്സ് ഉള്ളത്? 32. Yes, 32 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ആ 32 എലമെന്റ്സ് എങ്ങനെയാ വരുന്നത്? ഏത് ഓർബിറ്റലുകളാണ് നമ്മൾ എടുക്കേണ്ടത് പറഞ്ഞ്? ഏത് ഓർബിറ്റലുകൾ നമ്മൾ എടുക്കും റിസ്വാന? 6th പീരീഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഓർബിറ്റലുകളാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്? 6 സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മുമ്പ് അവസാനിക്കുന്നതൊക്കെ. റിസ്വാന യുവർ മ്യൂട്ട്.
പറഞ്ഞോ. 6s 6s കഴിഞ്ഞിട്ട് പറ കൂട്ടി, ഞാനോട് എഴുതി വെച്ചിട്ടില്ലേ? 6s 6D 4F 5D 6s 4F 4f 5D 5d 6S 6s എനിക്ക് വായിക്കാൻ പറ്റില്ല. 6P 6p ബുക്കിൽ എഴുതി വെച്ചിട്ടില്ലേ? ഒപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാ, എണ്ണി നോക്കുക. എസ് ഒരെണ്ണം, എഫ് 7, ഡി 5, പി 3. ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1 + 7 8 + 5 13 + 13 16 orbitals. So 16 into 2, ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോൺ വെച്ചിട്ട് 32 electrons. 32 electrons. That implies 32 elements. 32 elements. 7th പീരീഡിലും ഇതുപോലെ തന്നെ 32 elements. 7th പീരീഡ് 32 elements ആണുള്ളത്. But it is incomplete. ഇത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാൻ കാര്യം, അത് കണ്ടുപിടിച്ച സമയത്ത് അത് കംപ്ലീറ്റ് അല്ലായിരുന്നു. പിന്നീട് ആളുകൾ കണ്ടുപിടിച്ച മാൻമെയ്ഡ് ആയിട്ടുള്ള എലമെന്റുകളാണ് കൂടുതലും ഈ 7th പീരീഡിൽ ഉള്ളത്. മാൻമെയ്ഡ് എലമെന്റ്സ്, മനുഷ്യന്മാരുണ്ടാക്കിയത്. 7th പീരീഡ് can accommodate 32 elements. ആ ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് നോട്ട് ചെയ്ത് വെച്ചോ. ഓർബിറ്റലുകൾ ഫില്ല് ചെയ്യുന്നത് 7s 5f 6d 7p ഈ ഓർഡറിലാണ് പോകുന്നത്. യെസ്. അപ്പൊ ഓരോ പീരീഡിലും എത്ര എലമെന്റുകൾ വെച്ചിട്ടാ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. ഓരോ പീരീഡിലും എത്ര എലമെന്റുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും എന്തുകൊണ്ടാണ് വ്യത്യാസപ്പെട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തെന്നുള്ളത്. യെസ്, ക്രിസ്റ്റഫർ പറഞ്ഞപ്പം ഓരോ പീരീഡിലും എത്ര എലമെന്റുകൾ വെച്ചിട്ടാ ഉള്ളതെന്ന്? ഫസ്റ്റ് പീരീഡ് തൊട്ട് നേരെ എന്റെ നേരെ നോക്കി പറഞ്ഞാൽ മതി. ഫസ്റ്റ് പീരീഡിൽ എത്ര, സെക്കൻഡ് പീരീഡിൽ എത്ര എന്നുള്ളത്. യെസ്, ഫസ്റ്റ് പീരീഡില് 2 എലമെന്റ്, സെക്കൻഡ് പീരീഡില് 8 എലമെന്റ്, തേർഡ് പീരീഡില് 8 എലമെന്റ്, ഫോർത്ത് പീരീഡില് 18 എലമെന്റ്, ഫോർത്തിലും ഫിഫ്തിലും 18, then സിക്സ്തിലും ഫോർത്തും സെവൻതിലും ഫിഫ്തില് മറ്റേ 32 എലമെന്റ്. Yes, 32 elements. 32 elements. Yes. അപ്പൊ ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. ആദ്യം ചെയ്യേണ്ടത് പീരീഡ് എഴുതി വെക്കുക, നമ്പർ ഓഫ് എലമെന്റ്സ് എഴുതി വെക്കുക, ഏതൊക്കെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് എഴുതി വെക്കുക. വേഗം അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി എഴുതി വെച്ച് പീരീഡ് ഏതാണെന്ന് എഴുതുക, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എഴുതുക, ഏതൊക്കെ ഓർബിറ്റലുകൾ ഫില്ല് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം കൂടി. ഇവിടെ പീരീഡ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്, then ഓർബിറ്റൽസ്, ഏതൊക്കെ ഓർബിറ്റലുകളാണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നുള്ളത്. യെസ്, നമ്മൾ ആദ്യം ഫസ്റ്റ് പീരീഡ് എടുത്തു. ഫസ്റ്റ് പീരീഡ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 2 ആണ്. അവിടെ ഫില്ല് ചെയ്യുന്നത് 1s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ, 1s. then രണ്ടാമത്തെ കൂടി ഞാൻ എഴുതി കാണിക്കാം. സെക്കൻഡ് പീരീഡ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 8, അവിടെ ഫില്ല് ചെയ്യുന്നത് 2s ഉണ്ട്, 2p ഉണ്ട്. അപ്പൊ അവിടെ ഓർബിറ്റലുകൾ എന്ന് വരുമ്പോഴത്തേക്കും എസ് ഒരെണ്ണം, പി 3 എണ്ണം. അപ്പൊ 1 3 4 ഓർബിറ്റൽസ്. 4 ഓർബിറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും
4 into 2 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 8 എലമെന്റ്സ്. ഇതേപോലെ 3 4 5 6 7 7 എഴുതും. പെട്ടെന്ന് എഴുതണം. അപ്പൊ ആ ടേബിൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പീരീഡ് നമ്മൾ എടുത്താൽ അവിടെയുള്ള എലമെന്റുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈ നമ്പർ ഓഫ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കും കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്. മൊത്തം എല്ലാവരുടെയും കൂടെ ആറ്റമിക് നമ്പർ കൂട്ടിയിട്ടുള്ളതല്ല പറയുന്നത്. അവർക്ക് എത്ര എണ്ണം ഈ ഷെല്ലുകളിൽ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ആ ഇലക്ട്രോൺസിന്റെ കൺസെപ്റ്റ് എഴുതിയില്ലേലും കുഴപ്പമില്ല, എലമെന്റ്സിന്റെ മാത്രം എഴുതിയാലും മതി. വേഗം വേഗം താഴ്ത്തോട്ട് എഴുതാം. ഹാഷിം തേർഡിന്റെ പറഞ്ഞ ഹാഷിം. തേർഡിലെ 8 എലമെന്റ്സ്. യെസ്. ഫില്ല് ചെയ്യുന്ന ഓർബിറ്റലുകൾ ഏതൊക്കെയാ? 2s and 2p. 2s ഉം 2p ആണോ? സെക്കൻഡിന്റെ അല്ലേ 2s ഉം 2p. തേർഡിന് ഏതൊക്കെയാ? 3s and 3p. യെസ്, 3s and 3p. എഴുതിയാൽ മതി നിങ്ങൾ. 3s 3p 1 plus 3 4 orbitals 4 into 2 8 elements. ഇവിടെ നിങ്ങൾ ഇലക്ട്രോൺസ് ഉള്ളത് വെട്ടിയിട്ട് എലമെന്റ്സ് ആക്കിക്കോ. നിങ്ങൾ ഇലക്ട്രോൺസ് എഴുതണ്ട. യെസ്. ദെൻ ഫോർത്ത് പീരീഡിന്റെ ഭീമ കരീം പറഞ്ഞ പോലെ ഫോർത്ത് പീരീഡിന്റെ പറഞ്ഞേ. 18 elements. 18 elements. ഫില്ല് ചെയ്യുന്ന ഓർബിറ്റലുകൾ ഏതൊക്കെയാ? 4s ഉം 4p. 4s ഉം 4p മാത്രമുള്ള. 4s കഴിഞ്ഞിട്ട് ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ആരാ ഫില്ല് ചെയ്യുന്നേ? 3d. 3d അപ്പൊ ഇവിടെ കൊടുക്കണ്ടേ? 3d നെ കൊണ്ട് കളയാൻ പറ്റുമോ? 3d കഴിഞ്ഞിട്ടാണ് പിന്നെ 4p വരുന്നത്. യെസ്. അപ്പൊ ടോട്ടല് 1 plus d 5 ഉണ്ട്. 1 plus 5 plus 3 which is equal to 9 orbital. 9 orbitals ആണുള്ളത്. That means 9 into 2 18 elements. നിങ്ങൾ ലാസ്റ്റത്തെ കോളത്തിൽ സ്പേസ് ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് എഴുതുക കേട്ടോ. യെസ്. Then fifth one ടെൻസ പറഞ്ഞ മോളെ. ഫിഫ്ത് പീരീഡിന്റെ കാര്യം പറഞ്ഞേ. ഏതൊക്കെയോ എത്ര എലമെന്റ്സ് ഉണ്ട് ഫിഫ്തില്? 18 elements. 18 എലമെന്റ്സ്. ഫില്ല് ചെയ്യുന്ന ഓർബിറ്റലുകൾ പറഞ്ഞേ. 5s 4d 4p അല്ല 5p. 5s 4d 5p. 1 plus 5 plus 3 വരും. 5 plus. Yes. Total 9 orbitals which implies 9 into 2 18 elements. മൂവാത്. ഇനി സിക്സ്ത് പീരീഡിന്റെ കാര്യം പറഞ്ഞേ മൂവാത്. സിക്സ്ത് പീരീഡ് എന്ന് പറയുന്നത് എത്ര എലമെന്റ്സ്? 32. യെസ്, 32 എലമെന്റ്സ്. ഫില്ല് ചെയ്യുന്ന ഓർബിറ്റലുകൾ ഏതൊക്കെയാ? 6s 4f 5d 6p. യെസ്, 5d and 6p. അപ്പൊ ഇതിന്റെ അകത്ത് 1 7 5 3 ടോട്ടൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 16 ഓർബിറ്റൽസ്. 16 ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ 32 എലമെന്റ്സ്. 16 into 2. Yes. Then സെവൻത് പീരീഡിന്റേത് ആതിര. സെവൻത് പീരീഡിൽ എത്ര? 32. ഓർബിറ്റലുകൾ ഏതൊക്കെയാണ്? 7s 5 6d 5 6d 6d 7p. Yes, 7p. അപ്പൊ 1 plus
7 plus 5 plus 3. Total 16 orbitals. That is 16 into 2, 32 elements. 32 elements. Yes. അപ്പോൾ ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റുകള്, സെക്കൻഡ് പീരീഡില് ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റ്, സെക്കൻഡിലും തേർഡിലും 8 എലമെന്റ്സ്, ഫോർത്തിലും ഫിഫ്തിലും 18 എലമെന്റ്സ്, സിക്സ്തിലും സെവൻത്തിലും 32 എലമെന്റ്സ്. 32 എലമെന്റ്സ്. അതില് 7th പീരീഡ് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചുകൊള്ളുക. ഓക്കെ. 6th പീരീഡിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള 14 എലമെന്റുകൾ വരുന്നത് ലാന്തനോയിഡ് സീരീസ് എന്നും അടുത്ത 14 നമ്മൾ ആക്ടിനോയിഡ് സീരീസ് എന്നും കൂടെ പറയും. അതുകൂടെ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചു. 6th പീരീഡിൽ വരുന്നതാണ് എന്നുള്ളത്. 6th പീരീഡിന്റെ അകത്തോട്ട് അഡീഷണൽ ആയിട്ട് വരുന്നത് 6th പീരീഡില് ലാന്തനോയിഡ് സീരീസ് വരും. ലാന്തനോയിഡ് സീരീസ് അതിനെ പറ്റി ഡീറ്റെയിൽ പഠിക്കാം. 7th പീരീഡില് ആക്ടിനോയിഡ് സീരീസും വരും. ആക്ടിനോയിഡ് സീരീസ്. അപ്പം പീരീഡ് വൈസ് ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഓക്ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എത്ര എലമെന്റുകളാണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പഠിച്ചവരൊക്കെ ഒന്ന് കൈ നോക്കിക്കേ. ഓരോ പീരീഡിലും എത്ര എലമെന്റ് ആണ് എന്നുള്ളത് ഓക്ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. യെസ്. സോ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മളിപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ എ പീരീഡ്, നമ്പർ ഓഫ് എലമെന്റ്സ്, അത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നെക്സ്റ്റ് ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. NCERT എടുത്ത എല്ലാവരും അതിനകത്ത് ആ പ്രോബ്ലം 3.2 ചെയ്ത മക്കളെ. NCERT-യിലെ പ്രോബ്ലം 3.2. നമ്മളിപ്പോ ചെയ്തത് തന്നെയാണ്, അപ്പൊ അതൊന്ന് വായിച്ചാൽ മതി. യെസ്, ഇർഫാൻ, പേജ് നമ്പർ 82, പ്രോബ്ലം 3.2. ക്രെഡിറ്റ് പേജ് നമ്പർ 82. അതിലൊരു പ്രോബ്ലം ഉണ്ട് 3.2. 83 ഒരു പീരിയോഡിക് ടേബിൾ കിടക്കുന്നുണ്ട് അതിന് മുമ്പുള്ളത്. വായിച്ചേ ഇർഫാൻ. Rosemaria. How would you justify the presence of 18 elements in the 5th period of the periodic table? Yes, 5th പീരീഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 5 സ്ക്വയർ 25 50 എലമെന്റ്സ് ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ 18 എലമെന്റ്സ് വന്നത്? നമുക്ക് ഓൾറെഡി അതിന്റെ റീസൺ അറിയാം. എന്താ റീസൺ റോസ്മരിയ? എന്തുകൊണ്ടാണ് 5th പീരീഡിൽ 50 എലമെന്റ്സ് വരാതെ 18 എലമെന്റ്സേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്താ? അവിടെ 5s-ഉം 4d-യും 5. യെസ്, അവിടെ ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫില്ലിംഗ് നടക്കുന്നത് 5s 4d 5p ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 9 എണ്ണമേ വരുള്ളൂ. അപ്പൊ 9 × 2 ചെയ്താൽ 18 എലമെന്റുകളെ അവിടെ ഉണ്ടാകുള്ളൂ. അതാണ് റീസൺ. ആ റീസൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ സൊല്യൂഷൻ ഒന്ന് വായിച്ചേ ലുക്മാൻ. ലുക്മാൻ, അതിന്റെ സൊല്യൂഷൻ വായിച്ചേ. പ്രോബ്ലം 3.2-ന്റെ സൊല്യൂഷൻ ആൻസർ വായിക്കേ. When n equal to 5, L equal to 0, 1, 2, 3, the order which the energy of the available orbitals 4d, 5s and 5p increases is 5s, 4d, 5p. The total number of orbitals available are 9. The maximum number of electrons that can be accommodated is 18, and therefore 18 elements are there in the fifth period. യെസ്, നമ്മൾ ആ പറഞ്ഞ കാര്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5th പീരീഡ് ആണ്. മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 50 എണ്ണമാണ്. പക്ഷെങ്കിൽ അവിടെ ഫില്ലിംഗ് ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 5s 4d 5p ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 9. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഈസ് 80,
and therefore 18 elements are there in the fifth period. Yes, ഇത്രയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. So move on to the next topic, that is group wise electronic configuration. Group wise electronic configuration. Yes. മുഹമ്മദ് വിശാലെ, എന്തുകൊണ്ടാണ് ഒരേ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് എന്ന് നമ്മൾ പറയുന്നത്? What is the reason? Why do elements in the same group exhibit കാരണം similar? ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് സിമിലർ ഇലക്ട്രിക് കോൺഫിഗറേഷനാ. Yes. ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആയതുകൊണ്ടിട്ടാണ് അവര് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നത്. വേണമെങ്കിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യനും ആൻസറും കൂടെ അത് നോട്ട് ചെയ്ത് വെച്ചു. അറിയാവുന്നത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടി. വൈ ഡു എലമെന്റ്സ് in the same group exhibit similar chemical properties? The reason, because they have the same number and same distribution of electrons in their outermost orbitals. That is valency shell. അത് നോർത്ത് വെച്ചോണ്ടോ. ലാസ്റ്റ് ഷെല്ലിനെ നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസി ഷെൽ എന്ന് വിളിക്കാറുണ്ട്. വാലൻസ് ഷെൽ അല്ലെങ്കിൽ വാലൻസി ഷെൽ. അപ്പം ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകളുടെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആണ്. അതുകൊണ്ടാണ് അവര് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പൊ വേഗം ഗ്രൂപ്പ് 1ലുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴ്ത്തോട്ട് വേഗം എഴുതിക്ക്. ഗ്രൂപ്പ് 1 എലമെന്റുകൾ എടുത്ത് എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. Group 1 elements. I need only the outermost electronic configuration. You can copy from the textbook. Page number 79 ഒരു ഗ്രൂപ്പ് എടുക്കുക, ഗ്രൂപ്പ് 1 എടുക്കുക, എലമെന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. മിർസ എത്ര ലേറ്റ് ആയ? ഞാൻ കുറച്ചുകൂടെ നേരത്തെ കയറി, പക്ഷെ അവിടെ നിന്ന് ജോയിൻ ആക്കണ്ടായിരുന്നില്ല, വിളിച്ചു പറഞ്ഞിട്ടും. അല്ല 6 മണിക്ക് ജോയിൻ ചെയ്യാൻ. അല്ല ഇച്ചിരി വൈകിണ്ടായിരുന്നോളൂ, അത് നെറ്റ് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് 3s1. അപ്പൊ നിങ്ങൾ 3s1 എന്ന് മാത്രം എഴുതിയാൽ പോരാ. സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാ മക്കളെ? നിയോൺ. നിയോൺ എന്നെഴുതി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നോബിൾ ഗ്യാസ് എഴുതുക, നോബിൾ ഗ്യാസ് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എഴുതുക. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പൊ ഇവിടെ റുബിഡി എടുക്കുവാണെങ്കിൽ 5s1, അതിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ക്രിപ്റ്റോൺ. അപ്പൊ ക്രിപ്റ്റോൺ എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം 5s1 എഴുതുക. യെസ്, അപ്പൊ വേഗം എഴുതിപ്പോ. ഗ്രൂപ്പ് 1ലുള്ള എലമെന്റുകൾ എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതുക. വേഗം എഴുതുക, 2 മിനിറ്റ്.
അൽസാഫെ എഴുതുവാണോ? അതെ ടേബിൾ ടേബിൾ വലതുവശത്ത് ഇടതുവശത്ത് വെക്കുവാണെങ്കിൽ അതിൽ എളുപ്പം നോക്കാൻ. സ്ഥലമില്ല. യെസ്. ഭീമ മറിയം പറഞ്ഞ മോളെ. ഭീമ മറിയം. ഹൈഡ്രജൻ 1s1. ഹൈഡ്രജൻ വേണ്ട, ലിഥിയം തൊട്ട് പറഞ്ഞാൽ മതി. ലിഥിയം, ഹീലിയം ക്ലോസ് ബ്രാക്കറ്റിലും ഇങ്ങനെ എഴുതണം. ഒരു മിനിറ്റ്, ഇങ്ങനെ എഴുതണം. ഞാൻ ഒരെണ്ണം എഴുതി കാണിക്കാം, അതുപോലെ തന്നെ എല്ലാവരും എഴുതിക്കോട്ടോ. നമ്മൾ എലമെന്റ് എഴുതി കഴിഞ്ഞാൽ എലമെന്റിന്റെ ഒപ്പം ആറ്റോമിക് നമ്പർ നിർബന്ധമായിട്ട് എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അങ്ങനെ എഴുതുവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിനും പെട്ടെന്ന് ഇപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റിപ്പോയാലും ആറ്റമിക് നമ്പർ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ മനസ്സിലാക്കും. കൊച്ചിന് ആറ്റമിക് നമ്പർ അറിയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോ തെറ്റിപ്പോയതാന്ന് മനസ്സിലായിക്കോളും. അപ്പൊ ഇച്ചിരി മാർക്കൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളോട് ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ചുമ്മാ ലിഥിയം എന്ന് എഴുതി വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി തെറ്റിപ്പോയി. അപ്പൊ ലിഥിയം എന്ന് വെറുതെ എഴുതി വെച്ചു എന്ന് എഴുതി മാർക്ക് കിട്ടിയില്ല. കറക്റ്റ് ആയിട്ട് സിമ്പിൾ എഴുതുക, ആറ്റമിക് നമ്പർ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റിപ്പോയാൽ അത്യാവശ്യം നല്ലൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് തരും. യെസ്, 3 ലിഥിയം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാ മോളെ? ഹീലിയം. യെസ്, ഹീലിയം എന്ന് എഴുതുക. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. ദെൻ അടുത്തത് അതിന്റെ ബാക്കി എന്ത് വരും? 2s1. യെസ്, ഇങ്ങനെ വേണം എഴുതാൻ. എലമെന്റ് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ ആ സൈഡിൽ എഴുതി വെക്കണം താഴെ. യെസ്, രണ്ടാമത്തേതും കൂടെ പറഞ്ഞേ ഭീമ മറിയം. സോഡിയം 11 is equal to 11 സോഡിയം. സോഡിയം 11 അല്ല, 11 സോഡിയം. നമ്മൾ എന്തുകൊണ്ടാണ് 11 സോഡിയം എന്ന് പറയുന്നതെന്ന് അറിയാവോ? നമ്മള് അവിടെ മാസ് നമ്പറും കൂടി ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും. അപ്പൊ മാസ് നമ്പർ പറയുമ്പോൾ കറക്റ്റ് ഒരു ഓർഡറിൽ പറയണം. ആദ്യം നമ്മൾ ആറ്റോമിക് നമ്പർ പറയും, എലമെന്റ് പറയും, അതിന്റെ മാസ് നമ്പർ പറയും. ഇപ്പൊ സോഡിയത്തിന്റെ മാസ് നമ്പർ 23. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാ. 11 സോഡിയം 23. അതായത് 11th ആണ്, സോഡിയം ആണ് എലമെന്റ്, 23 ആണ് മാസ്. അപ്പൊ ആ ഒരു ഓർഡർ തന്നെ പറഞ്ഞു പൊക്കോണം. അതുപോലെ നമ്മളില് ഈ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതുമ്പോൾ എലമെന്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എഴുതുന്നത്. സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റും ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. യെസ്, പറഞ്ഞോ മോളെ. 11 സോഡിയം, 10 neon. Yes, 10 neon. 3s1. Yes, 3s1. Adya, next 2 elements. 19 potassium. Yes, 19 potassium. 18 argon. 18 argon. 4s1. Yes, 4s1. അടുത്തതും കൂടെ പറഞ്ഞേ. 37 rubidium. 37 rubidium. 36 ഇത് ക്രോമിയാണോ ടീച്ചർ? ക്രിപ്റ്റൺ. ക്രോമിയം Cr. ഇത് ക്രിപ്റ്റോൺ ആണ് കേട്ടോ. ക്രിപ്റ്റോൺ. 5s1. Yes, 5s1. Kr ക്രിപ്റ്റൺ. Yes, ആമിന പറഞ്ഞ മോളെ. അടുത്ത രണ്ടെണ്ണം. CS സീഷ്യം. പറഞ്ഞോ. 55 സീഷ്യം. 86 ആണോ? 55ന് മുമ്പുള്ളത് 86 ആണോ നമ്പർ? അല്ല. 55ന് തൊട്ട് മുമ്പുള്ള നമ്പർ എത്രയാ? 54. 54. എലമെന്റ് ഏതാ? സിമ്പിൾ പറ. അതിന്റെ സിമ്പിൾ ഒന്ന് വായിച്ചു വന്ന. Xc.
Resin. Xc. Xc is xenon. Baki. 661. 661. Yes, Risvin. അടുത്ത പറഞ്ഞേ. Risvin. Francium. 87 Francium. Calcium. 87 Francium. Calcium. Francium. Cesium കഴിഞ്ഞിട്ടുള്ള എലമെന്റ് ഏതാ? ഗ്രൂപ്പ് 1 FR ഫ്രാൻസിയം. ഫ്രാൻസിയം എന്നാണോ പറഞ്ഞത്? ഞാൻ കാൽസ്യം എന്ന് കേട്ടോണ്ടിരുന്നേ. ഫ്രാൻസിയം. 87 ഫ്രാൻസിയം. യെസ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ. 86 radon. Yes, 7s1. നോക്കിക്കേ. അപ്പൊ ഗ്രൂപ്പ് 1 എലമെന്റുകൾ ഇതെല്ലാമാണ്. ഏതൊക്കെയാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം. മുഹമ്മദ് ഫർഖാൻ പറഞ്ഞേ, ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നോക്കിയിട്ട് പറഞ്ഞേ, അതിന് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞേ. ആദ്യത്തേന് എല്ലാം എസ് സബ്ഷെല്ലിൽ തന്നെ. യെസ്, എല്ലാം എസ് സബ്ഷെല്ലാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. എസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1. യെസ്, 1 ഇലക്ട്രോൺ. അപ്പൊ നമ്മള് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതില് ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണ്. എസിൽ എത്ര ഇലക്ട്രോൺ ആണ്? 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതുകൊണ്ട് അതിന് നമുക്ക് പറയാൻ പറ്റും ഗ്രൂപ്പ് 1 ഉള്ളവർക്കെല്ലാം സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടീസിലും സിമിലാരിറ്റി കാണിക്കും. സുഹാന, എന്തിൽ മാത്രം ഡിഫറൻസ് കാണിക്കുന്നത്? സുഹാന, എന്തിൽ മാത്രം ഡിഫറൻസ് കാണിക്കുന്നേ? ഗ്രൂപ്പിലാണോ? നമ്മളിപ്പോ ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ് കോൺഫിഗറേഷൻ എഴുതിയാൽ സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. പക്ഷെ എല്ലാവരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരുപോലെയാണ്. എന്തില് മാത്രം ഡിഫറൻസ് കാണിക്കുന്നത്? ഷെൽസിൽ വ്യത്യാസമുണ്ട്. ഡൗൺസ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് അതിൽ മാത്രം ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. യെസ്. അപ്പൊ വേഗം ഗ്രൂപ്പ് 2 എലമെന്റ്സ് വേഗം എഴുതിക്കേ. ഗ്രൂപ്പ് 2 എലമെന്റ്സ്. നിങ്ങൾക്ക് എലമെന്റുകളുടെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് എലമെന്റുകളുടെ പേരുണ്ട്. അതൊന്നും അറിയത്തില്ലേ? ഞാൻ കാണിച്ചു തന്നല്ലേ നിങ്ങളെ? അവിടെ നോക്കി പേരൊക്കെ എഴുതിയിട്ട് കേട്ടോ, പഠിക്കാൻ അവിടെയൊക്കെ നോക്കിയിട്ട്. നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 പഠിക്കാൻ വേണ്ടി ഒരു ഗൈഡും തപ്പിപ്പോണ്ട കാര്യമില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ പഠിച്ചത്. ഇപ്പൊ എൻട്രൻസ് എഴുതുന്നവരാണെങ്കിൽ പോലും കൂടി ടെക്സ്റ്റ് ബുക്ക് അതേപടി പഠിച്ചാൽ മതി. വേറെ ഒരു ഗൈഡ് നോക്കിക്കൊണ്ട് ഒരു കാര്യമില്ല. NCERT മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. സിലബസ് എടുത്ത് നോക്കുക. എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അത് നോക്കി പോവുക. അല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം പുറത്തൊന്നും ഒന്നും ചോദിക്കത്തില്ല. ഒരു കാര്യം പോലും പുറത്തൊന്നും ചോദിക്കത്തില്ല. കുറെ കുറെ കട്ടിയുള്ള കുറെ ബുക്കും ചുവന്നുകൊണ്ടത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. NCERT നന്നായിട്ട് പഠിച്ചാൽ മതി. സ്കൂൾ എക്സാമിനൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്കൂൾ ക്ലാസ് ഒക്കെ തുടങ്ങിയോ അവന? തുടങ്ങി ടീച്ചർ. സ്കൂളിലാ? തർബീയത്തില്. ഫസ്റ്റ് ചാപ്റ്റർ ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും? ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ആ ചാപ്റ്റർ ആണോ? കെമിസ്ട്രി എടുത്തിട്ടില്ല. എടുത്തില്ലേ? ഒരാഴ്ച സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
ഫെൻസ് എന്താ ചോദിച്ചോട് ഒരു കാര്യം ചോദിച്ചോട്ടെന്ന് ചോദിച്ചു. സ്കൂളിൽ പറയുന്നത് ഈ ഫോക്കസ് ഏരിയ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ മൊത്തം എടുത്ത് പോവാ. അങ്ങനെയാണോ പോകുന്നത്? ആ അങ്ങനെ പറഞ്ഞ. ഏത് സ്കൂളിലാ? തർബീത്ത്. അപ്പൊ അതെന്തായാലും ഓഫീസ് വന്ന് വിളിച്ച് മോളൊന്ന് ഇൻഫോം ചെയ്തേ കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞോളാം, നിങ്ങളും കൂടെ മോളൊന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. യെസ്. വേറെ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞോ? വേറെ ഏതെങ്കിലും സ്കൂളില്? ടീച്ചറെ ചെറിയ ഫോക്കസ് ഒരു മിനിറ്റ്, ഓരോരുത്തരായിട്ട് പ്ലീസ് റൈസ് ചെയ്യണം. യെസ്, അംജദ് എന്താ പറഞ്ഞേ? ചെറിയ ഫോക്കസ് ഏരിയ ഉണ്ടാവും പറഞ്ഞോളൂ, മൊത്തത്തിലില്ലാന്ന് പറഞ്ഞില്ല. തർബീയത്തിലും ചെറിയ ഫോക്കസ് ഏരിയയോ? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പോലെ 2 ചാപ്റ്ററിന് പകരം 3 ചാപ്റ്റർ പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ. യെസ് യെസ്, നോക്കാം. യെസ്, ബാക്കി വേറെ എന്താ പറയാൻ പറഞ്ഞത്? ഞങ്ങൾക്കും പറഞ്ഞ് ഫോക്കസ് ഏരിയ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഫുള്ളും പഠിപ്പിക്കുക തുടക്കം മുതൽ. യെസ്. ഏത് സ്കൂളിലും മോള്? പുതുപ്പാടിയില്. നിങ്ങളത് എന്താന്നുള്ളത് ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്തോളൂ കേട്ടോ. യെസ്, വേഗം എഴുതുക എല്ലാവരും. എലമെന്റുകൾ എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇവിടെ കേസില് ഗ്രൂപ്പ് 2വിന്റെ കേസിൽ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർത്തോണം. നിങ്ങള് നോബിൾ ഗ്യാസ് എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഏതിന്റെയും കൂടെ എഴുതണം. ഗ്രൂപ്പ് 1ലുള്ള എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടെ എഴുതേണ്ടതായിട്ട് വരും ചില കേസുകളിൽ. അല്ലെങ്കിൽ ശരി, 3s 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശരി, എഴുതേണ്ട കാര്യമില്ല. നോബിൾ ഗ്യാസ് എഴുതി ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺസ് വെച്ച് കൊടുത്താൽ ക്ലിയർ ആവും. യെസ്, പറഞ്ഞേ അൻസാഫെ. മുഹമ്മദ് അൻസാഫ് പറഞ്ഞേ, ഗ്രൂപ്പ് 2വിലുള്ള ഫസ്റ്റ് എലമെന്റ് ഏതാ? ബി അല്ലേ? എന്റെ മോനെ, ബീറ്റ് ബിഇ ബിഇ എന്ന് പറഞ്ഞ ബെറിലിയം. യെസ്, വേഗം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ അൻസാഫ്. പറയാം. 4b LiO. ഇത് വരും ഹീലിയം. 2Hg 2 ഹീലിയം. ഇത് ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ എഴുതണ്ടല്ലോ. ഒന്നാമത്തെ എഴുതണ്ട കാരണം 2s 1 ഇലക്ട്രോൺ ഉള്ളതല്ലേ വരുന്നേ. നമുക്ക് 2s 2 ഇലക്ട്രോൺ കൊടുത്താൽ മതി. യെസ്, 2s2 2Hg 2s2. യെസ്, മിർസ പറഞ്ഞ മോളെ അടുത്തത്. 12 magnesium, 10 neon, 3s2. യെസ്, 3s2. യെസ്, അടുത്തത് ആൽഫിയ വിആർ പറഞ്ഞ മോളെ. 20 കാൽസ്യം, 18 argon, 4s2. യെസ്, 4s2. 20 കാൽസ്യം, 18 ആർഗൺ, 4s2. 20 കാൽസ്യം, 18 ആർഗൺ, 4s2. യെസ്, അർജുൻ അടുത്തത്. ടീച്ചർ, ഹലോ ടീച്ചർ. പറഞ്ഞോ. 38 SR. SR സ്ട്രോൺഷ്യം. 38 SR. 36 ക്രിപ്റ്റോൺ. 36 ക്രിപ്റ്റോൺ. 5s2. യെസ്, 5s2. അടുത്തത് ലുക്മാൻ. BA 56. 56 BA. 54 XC 6s2. C 6s2. Yes.
അടുത്തത് മിഷാല്. മിസ് അടുത്ത എലമെന്റ് പറയാമോ? എന്റെ ടെസ്റ്റ് ഇല്ല. റേഡിയം 88 RA. ഇനി ഇത് നോക്കി പറയാം. അപ്പോ 88 അല്ലേ? അപ്പോ 86 RN 7s2. ഇതന്നെ ഇതുവരെ ടെക്സ്റ്റ് കിട്ടാത്ത. ഇന്നലെ ന്യൂ കോളേജ് പോയപ്പോ പറഞ്ഞതാ വെള്ളിയാഴ്ച ആകുമ്പത്തേക്കാ വരുള്ളൂന്നാ. അപ്പൊ ഞാൻ നോക്കിക്കേ, നമ്മൾ ഗ്രൂപ്പ് 2-ലുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം എഴുതി കഴിഞ്ഞു. നോക്കിക്കേ, എന്താ അവരുടെ സിമിലാരിറ്റി കാണിക്കുന്നത്? ഭീമ മറിയം, എന്ത് സിമിലാരിറ്റിയാ കാണിക്കുന്നത്? എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. എസ് സബ് ഷെല്ലില് 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കിക്കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക NS1 ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് NS1 ആണ് ഇൻ ദ കേസ് ഓഫ് ഗ്രൂപ്പ് 1 എലമെന്റ്സ്. നോക്കിയേ മക്കളെ, NS1 അല്ലേ? കണ്ടോ, ഇവിടെ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. 3s1, 4s1, 5s1, 6s1, 7s1. കണ്ടോ, ഈ ഒരു വ്യത്യാസം മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. യെസ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 2 എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ആദ്യ ഗ്രൂപ്പ് 2 എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? NS2 ആണോ? യെസ്, NS2 is the general electronic configuration of group 2 elements. Group 2 elements. Okay. അപ്പൊ ഇനിയിപ്പോ ഏത് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, സിമിലർ ആണോ എന്ന് നോക്കുക. ഏത് ഗ്രൂപ്പ് ആണെങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് അവർ സിമിലർ ആയിരിക്കും. എന്നിന്റെ വാല്യൂല് മാത്രമേ ഡിഫറൻസ് കാണിക്കുള്ളൂ. കാരണം ഡൗൺസ് ദ ഗ്രൂപ്പ് എന്നിന്റെ വാല്യൂ കൂടുന്നത് കൊണ്ടിട്ട്. യെസ്, ഇനി നമ്മള് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ബേസിൽ എലമെന്റുകളെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പീരിയോഡിക് ടേബിൾ ഒന്ന് എടുത്തു വെച്ച് നോക്കി. അതിന്റെ മുകളിൽ കുറെ ബ്ലോക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? പീരിയോഡിക് ടേബിളിൽ ബ്ലോക്ക് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന കണ്ടോ? പേജ് നമ്പർ 79-ലുള്ളതിലുണ്ടോ? പേജ് നമ്പർ 79 ഇല്ല, പേജ് നമ്പർ 83 എന്ന് പറയുന്ന പേജ് എടുത്ത് 83. പേജ് നമ്പർ 83-ൽ കുറച്ച് ബ്ലോക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ആമിന? പേജ് നമ്പർ 83-ൽ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ട്. കണ്ടു ടീച്ചർ. ആ ബ്ലോക്കിന്റെ പേരൊക്കെ ഒന്ന് വായിച്ചേ. എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. റിസ്വിൻ, എന്താ ഈ ബ്ലോക്കുകൾ എന്നറിയാമോ മോനെ? അവസാനത്തെ സബ്സെല്ലിലോട്ട് ഇലക്ട്രോൺ വരികയാണെങ്കിൽ ഏത് സബ്സെല്ലിലോട്ടാണ് തന്നെ അത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബ്ലോക്കിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ബ്ലോക്കുകളെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ. യെസ്, നമ്മള് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എലമെന്റുകളുടെ എഴുതി കഴിയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ വരുന്നത്, എന്റർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിൽ നമ്മൾ എലമെന്റുകളെ ഓരോ ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പ് 1 എലമെന്റുകൾ നോക്കിക്കേ. ഗ്രൂപ്പ് 1 എലമെന്റുകൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിൽ ആണ്. അതുകൊണ്ട് ഗ്രൂപ്പ് 1 വരുന്നത് എസ് ബ്ലോക്കിലാണ്. ഗ്രൂപ്പ് 2ഉം അതുപോലെ തന്നെയാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്തിരിക്കുന്നത് എസിലാണ്. അതുകൊണ്ട് ഗ്രൂപ്പ് 2വിനെയും നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? എസ് ബ്ലോക്കിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു എലമെന്റ് എഴുതി ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അത് ഏത് ബ്ലോക്കിലാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പർ ഓഫ് പീരീഡ് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്യുന്ന സബ്ഷെല്ല് ഏത് ക്വാണ്ടം നമ്പർ ആണ്, അത് തന്നെയാണ് നമ്പർ ഓഫ് പീരീഡ്. അപ്പൊ നമ്പർ ഓഫ് പീരീഡും ഏത് ബ്ലോക്ക് ആണ്, വിച്ച് ബ്ലോക്ക്, അതും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം എലമെന്റുകളെ നമ്മൾ 4 ബ്ലോക്കിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. എസ്, പി, ഡി, എഫ് എന്തിന്റെ ബേസിലാ? ലാസ്റ്റ് ഇലക്ട്രോൺ, അതായത് ഒരു എലമെന്റിൽ നിന്നും മറ്റേ എലമെന്റിനെ വ്യത്യസ്തമാക്കുന്ന ഇലക്ട്രോൺ,
അതേതാ ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ. ലാസ്റ്റ് ഇലക്ട്രോൺ വെച്ചിട്ടല്ലേ നമ്മൾ എലമെന്റുകളെ നമ്മൾ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഒരേ ഇലക്ട്രോൺ ആണ് എന്നുണ്ടെങ്കിൽ എലമെന്റ് സെയിം തന്നെയായിരിക്കും. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എലമെന്റ് ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ, അതാണ് ആറ്റമിക് നമ്പറിലെ ഡിഫറൻസ് കാണിക്കുന്നത്. ആ എലമെന്റ് ഏത് സബ്ഷെല്ലിലാണോ പോകുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നിങ്ങനെയാണ്. യെസ്, അപ്പൊ എന്താ നോട്ട് ചെയ്ത് വെച്ചോ. Elements are classified as blocks ഒരു ഹെഡിങ് കൊടുത്തു. Elements are classified as 4 blocks. 4 blocks. S block, P block, D block and F block. S, P, D and F block. First one, S block. S block. എന്താണെന്നുള്ളത് എഴുതി വെച്ചോ. എലമെന്റ്സ് ഇൻ വിച്ച് the differentiating electron that is the electron which differentiates this element from the previous element. Enter an s orbital. Are S block elements. കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ പോയാൽ അത് എസ് ബ്ലോക്ക് എലമെന്റ്. മുഹമ്മദ് ഫർഹാൻ കുറച്ച് എസ് ബ്ലോക്ക് എലമെന്റ്സിന് എക്സാമ്പിൾ പറഞ്ഞേ. മുഹമ്മദ് ഫർഹാൻ. എസ് ബ്ലോക്ക് എലമെന്റ്സ് ലിഥിയം, ബെർലിയം, സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം. യെസ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, വേരിയം, റേഡിയം. ഗ്രൂപ്പ് 1-ലും ഗ്രൂപ്പ് 2-ലും ഉള്ള എലമെന്റുകൾ എല്ലാം ഏതിലാ വരുന്നത്? എസ് ബ്ലോക്കിലാണ് വരുന്നത്. ഗ്രൂപ്പ് 1 and 2 elements. Group 1 and 2 elements belongs to S block. Belongs to S block. Yes, അങ്ങനെയാണെങ്കിൽ പി ബ്ലോക്കിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് വേഗം എഴുതിക്കേ. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡെഫിനിഷൻ വേഗം എഴുതുക. എസ് ബ്ലോക്ക് പോലെ തന്നെ പി ബ്ലോക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റിംഗ് എലമെന്റ് ഇലക്ട്രോൺ പി ഓർബിറ്റലിൽ എന്റർ ചെയ്യുന്നു, അത്ര എഴുതിയാൽ മതി. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എഴുതുണ്ടാട്ടോ നിങ്ങൾ. എലമെന്റ്സ് ഇൻ വിച്ച് ദ ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ എന്റേഴ്സ് പി ഓർബിറ്റൽ, അത്രയും മതി. ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കൺസെപ്റ്റിൽ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. എന്താണ് ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് എലമെന്റിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇലക്ട്രോൺ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒറ്റ സെന്റൻസിൽ എഴുതി അവസാനിപ്പിക്കുക പരിപാടി. Elements in which the last electron enters or differentiating electron enters p orbital. എന്നിട്ട് 2 എക്സാമ്പിൾ കൂടെ എഴുതി വെക്കുക. പിക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം പി ബ്ലോക്കിൽ എലമെന്റ്സിന്റെ ഡെഫിനേഷൻ എഴുതുക.
ഞാൻ പറയുന്ന എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക കേട്ടോ. ബോറോൺ തൊട്ട് നിയോൺ വരെയുള്ളവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ബോറോൺ തൊട്ട് നിയോൺ വരെ. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എന്താ സുഹാന? 5. നിയോണിന്റെയോ? 10. നൈട്രജൻ? 8 ആണോ? 7. Oxygen 6. ഓക്സിജൻ 6 ആണോ? 8. കാർബണിന്റെ എത്രയാണ്? Carbon 6. കാർബൺ 6. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. വേഗം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. ടീച്ചർ യെസ്. നമ്മള് ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യണം? ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് ഗ്രൂപ്പിന്റെ ബാക്കിയായിട്ട് വരുന്ന എലമെന്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗ്രൂപ്പ് തേർഡിന്റെ ഈ യുറാനിയം എന്ന് പറഞ്ഞാൽ തേർഡ് ഗ്രൂപ്പില് 6th പീരീഡ് ആണോ, അല്ല 7th പീരീഡ് അങ്ങനെയാണോ? നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നവരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പുകൾ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ അവരെല്ലാവരും നമ്മൾ ഗ്രൂപ്പ് 3യുടെ ബാക്കിയായിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതെന്താ പറയുക, പണ്ടത്തെ പീരിയോഡിക് ക്ലാസിഫിക്കേഷന്റെ അകത്ത് നമ്മളിപ്പൊ കാണുന്നത്, നമ്മളിപ്പം 9ാം ക്ലാസ്സിലെ ഒരു സ്കൂളിൽ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളോട് ചോദിക്കും ഏത് ഡിവിഷനിലാണ് നമ്മളോട് ചോദിക്കത്തില്ലേ? 9ന് തന്നെ A ഡിവിഷൻ ഉണ്ടാകും, B ഡിവിഷൻ ഉണ്ടാകും, C ഡിവിഷൻ ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് 3ക്ക് ഗ്രൂപ്പ് 3A, ഗ്രൂപ്പ് 3B എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഫർദർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഇതെല്ലാം വരുന്നത്. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോ അതിനെ എഫ് ബ്ലോക്ക് എന്ന് മാത്രമേ നമ്മൾ അതിനെ പറയുന്നുള്ളൂ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് എഫ് സബ്ഷെല്ലിലാണ്. അത് വരുന്നത് ഏതിന്റെ ബാക്കിയായിട്ടാണ്? 6th പീരീഡിന്റെയും 7th പീരീഡിന്റെ അകത്തും വരുന്ന എലമെന്റുകളാണ്. ഗ്രൂപ്പ് 3യുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്നാ പറയുന്നത്. ഈ ഗ്രൂപ്പ് 3യുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നതിന്റെ റീസൺ നമ്മൾ ഇപ്പം നോക്കിക്കേ, 57 ലന്താനം കഴിഞ്ഞിട്ടുള്ള എലമെന്റുകളല്ലേ അടുത്തത് വരുന്നേ. ആ 57 ലന്താനം കിടക്കുന്നത് ഗ്രൂപ്പ് 3യിലാണ് അല്ലേ? 57 ലന്താനം കിടക്കുന്നത് ഗ്രൂപ്പ് 3യിലാണ്. യെസ്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് വരുന്നത് കൊണ്ട് ഗ്രൂപ്പ് 3യുടെ ബാക്കി എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ അവരെ പറയുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. യെസ്. അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എടുത്ത് പഠിക്കാനുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞത് പിടി കിട്ടത്തില്ല എന്നതാണ്. യെസ്. എഴുതി എല്ലാവരും? നോക്കിക്കേ, ഓരോന്നിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വായിച്ചേ. ക്രിസ്റ്റഫർ വായിച്ചേ. ബോറോണിന്റെയും കാർബണിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വായിച്ചേ. ബോറോണിന്റെ 1s 2s. അതിന് ഇതിന്റെ ഇലക്ട്രോൺസ് ഇല്ലേ? ചുമ്മാ ഓർബിറ്റലുകൾ മാത്രമുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ ഇലക്ട്രോൺസിന്റെ നമ്പറും കൂടെ പറയണ്ടേ? 1s2 2s2 അങ്ങനെയല്ലേ പറയുന്നേ? 1s2
2s2 2p1 ബോറോൺ. കാർബണിന്റെയോ? മറ്റേ 1s2 2s2 2p2. യെസ്, ബോറോണിന്റെ 1s2 2s2 2p1, കാർബണിന്റെ 1s2 2s2 2p2. അശ്വതി പറഞ്ഞ അടുത്തത് നൈട്രജന്റെ ഓക്സിജന്റെയും പറഞ്ഞ അശ്വതി. നൈട്രജന്റെ 1s2 2s2 2p3. ഓക്സിജന്റെയോ? ഓക്സിജൻ 1s2 2s2 2p4. യെസ്. ഫെൻസ പറഞ്ഞ മോളെ ഫ്ലൂറിന്റെ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 2s2 2p5 ഫ്ലൂറിന്റെ. നിയോന്റെ 1s2 2s2 2p6. അപ്പൊ നോക്കിക്കേ മക്കളെ, ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p1 ആണ്. ബോറോൺ ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റ് മൂവാതെ? ബോറോൺ ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണ് ബോറോൺ? ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3 ആണോ? ബോറോണോ? പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ഗ്രൂപ്പ് 13. നിങ്ങൾക്ക് പിന്നെ എന്തിനാ ഞാൻ ഈ പീരിയോഡിക് ടേബിൾ തുറന്നു വെച്ചേക്കണം? നോക്കി പറയാനല്ലേ, കാണാപ്പാടം പറയാൻ പറഞ്ഞിട്ടില്ല. നോക്കി പറഞ്ഞാ പോരെ? യെസ്. ചോദിച്ചോ ഭീമാറിയും ഡൗട്ട് ആണോ മോളെ? അല്ല. യെസ്, കൈവക്കി വരെ തോന്നി. യെസ്. അപ്പൊ ഗ്രൂപ്പ് 13 വരുന്നതാണ് ബോറോൺ. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കുക, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് 2s2 2p1. ആ ഗ്രൂപ്പിൽ താഴത്തോട്ടുള്ള എല്ലാ എലമെന്റുകളുടെയും ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്തിരിക്കുന്നത് ഏത് സബ്ഷെല്ലിലാ മൂവാതെ? പി സബ്ഷെല്ല്. പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരെണ്ണം. അപ്പൊ ഇത് ഏത് ബ്ലോക്കിലാ വരുന്നത്? പി ബ്ലോക്ക്. ആതിര നോക്കിക്കേ, കാർബൺ ഏത് ഗ്രൂപ്പിലുള്ളത് ആതിര? കാർബൺ 14th ഗ്രൂപ്പ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ ഉള്ളത്? 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാ? കണ്ടോ? ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്തിരിക്കുന്നത് പിയിലാണ്. P2 ആണ് കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും പി ബ്ലോക്കിലാണ്. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് 15 16 17 18. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആണ് ഒരു ഗ്രൂപ്പിൽ ഉള്ളവർക്ക്. ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്റർ ചെയ്തിരിക്കുന്നത് പി സബ്ഷെല്ലിൽ ആണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതിവിടെ മെൻഷൻ ചെയ്യാം. ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റുകൾ. ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18 elements belongs to P block. ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റുകൾ പി ബ്ലോക്കിൽ ആണ് വരുന്നത്. ഗ്രൂപ്പ് 13 to 18. ഗ്രൂപ്പ് 13 to 18. ഗ്രൂപ്പ് 13 to 18. ഇതില് ഗ്രൂപ്പ് 18 എലമെന്റ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോബിൾ ഗ്യാസ്. നിങ്ങൾക്കറിയാം, നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും. നോബിൾ ഗ്യാസ്. ഗ്രൂപ്പ് 17 നമ്മളൊരു പേര് പറയും, ഹാലോജൻസ് എന്ന് പറയും. ഗ്രൂപ്പ് 17 elements are called ഹാലോജൻസ്. ഗ്രൂപ്പ് 16 എലമെന്റുകൾക്ക് നമ്മൾ പറയുന്നത് ചാൽക്കോജൻസ് എന്നാ പറയുന്നത്. ചാൽക്കോജൻസ്. എന്ന് വിളിക്കും. ആ തൊട്ട് മുകളിൽ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇവിടെ എസ് ബ്ലോക്കിന്റെ അവിടെ ഗ്രൂപ്പ് 1 എലമെന്റുകളെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. ഒന്ന് ഓർത്ത് വെച്ചോണേ. ആൽക്കലി മെറ്റൽസ് എന്നും
ഗ്രൂപ്പ് 2-വിലുള്ള എലമെന്റുകളെ നമ്മള് ആൽക്കലൈൻ എർത്തു മെറ്റൽസ് എന്ന് വിളിക്കും. ആൽക്കലൈൻ എർത്തു മെറ്റൽസ്. ആൽക്കലൈൻ എർത്തു മെറ്റൽസ്. ഗ്രൂപ്പ് 1 എലമെന്റുകൾ ആൽക്കലി മെറ്റൽസ്, ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഗ്രൂപ്പ് 18 എലമെന്റ്സുകളെ നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും. ഗ്രൂപ്പ് 17 നമ്മള് ഹാലജൻ എന്ന് വിളിക്കും. ഗ്രൂപ്പ് 16 നമ്മള് ചാൽക്കോജൻസ് എന്ന് വിളിക്കും. ചാൽക്കോജൻസ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡെഫിനേഷൻ എഴുതിക്കും മക്കളെ. ഡി ബ്ലോക്ക് എലമെന്റ്സ് എലമെന്റ്സിന്റെ ഡെഫിനേഷൻ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡെഫിനിഷൻ. അതുപോലെ എഫിന്റെയും കൂടെ എഴുതുക കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾ ഡി ബ്ലോക്കിൽ നിന്നും ഒരു എലമെന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. എഫ് എടുത്തിട്ട് എഫിൽ നിന്നും എഴുതിക്കോ. ബ്ലോക്ക് ഏതാണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഡിയുടെയും എഫിന്റെ ഡെഫിനേഷൻ എന്തായാലും എഴുതുക. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡെഫിനേഷനും എഫിന്റെ ഡെഫിനേഷനും. ഇർഫാൻ പറഞ്ഞ പോലെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡെഫിനേഷൻ എന്താ? എന്താ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇർഫാൻ? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡി ഓർബിറ്റലിലാണ് എൻറ്റർ ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ enters d orbital. Differentiating electron enters d orbital. Example ആയിട്ട് 26 അയൺ. വേറെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക കേട്ടോ. 26 അയണിന്റെ എഴുതണം. 30 സിങ്ക് എഴുതണം. then 21 സ്കാൻഡി എഴുതണം. ഈ മൂന്നെണ്ണത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. റോസ്മേരിയ പറഞ്ഞേ 26 അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 2s2 2p6 3s2 3p6 4s2 3d6. 3s2 3p6 4s 3d6. എത്ര പേര് കറക്റ്റ് ചെയ്തു? അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എഫ് എന്ന് പറഞ്ഞാൽ അയൺ ആണ് കേട്ടോ. 1s2 2s2 2p6 3s2 3p6 4s2 3d6. യെസ്. ഷഹിൻ ഷാ അടുത്ത പറഞ്ഞേ സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 2s2 2p6 3s2 3p6 3d 4s2 3d 4s2 3d 3d 10. yes 3d 10 സിങ്ക്. then അസ്ലം പറഞ്ഞ പോലെ അടുത്തത് സ്കാൻഡിയം.
1:2:2p6 3:3p6 4:2 4:2 3d1 യെസ് 3d1. നോക്കിക്കേ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് ഡിയിലാണ് എല്ലാവരുടെയും കേസിൽ. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. അപ്പൊ പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ചിട്ട് ഏത് ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയുള്ളവരാ ഡി ബ്ലോക്കിൽ വരുന്നതെന്ന് പറഞ്ഞ യാസിം? ഏത് ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകളാണ് ഡി ബ്ലോക്കിൽ വരുന്നത്? ആസിം. ഗ്രൂപ്പ് 1ഉം 2ഉം എസിൽ പോയി. ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ പിയിൽ പോയി. ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെ 12 വരെ. ഗ്രൂപ്പ് 3 to 12 elements belongs to D block. D block. Yes. അങ്ങനെയാണെങ്കിൽ എഫ് ബ്ലോക്കിന്റെ ഡെഫിനേഷൻ എഴുതുക. എഫ് ബ്ലോക്ക് ആദിൽ ജമാല് പറഞ്ഞു. എന്താ എഫ് ബ്ലോക്ക് എലമെന്റ്സ്? അതിന്റെ പേര് എഴുതി വെച്ചൂടെ. ഞാൻ എഫ് ബ്ലോക്ക് എഴുതാമെന്നേ. പറഞ്ഞു എഫ് ബ്ലോക്കിന്റെ ഡെഫിനേഷൻ എഫ് ബ്ലോക്ക് എന്താണ്? സമയത്ത് എന്താണോ പറയണത് എഴുതി വെക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ക്ലാസ്സിലാണോ പറഞ്ഞേ? ആണോ? നിങ്ങൾ ക്ലാസ്സിലാണോ പറഞ്ഞത്? ആണോ? ആണോന്ന് അല്ലേ? ആണോ? അല്ല. ഞങ്ങള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഉത്തര എന്നായിരുന്നു. അവളുടെ പേര് ഉത്തര. അപ്പൊ ഉത്തര എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ടാണ് കോളേജിൽ വന്നുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും അവൾ കുളിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റർ. ഈ സിസ്റ്റർ ഇങ്ങനെ നോട്ട് പറഞ്ഞു തരും. നമുക്ക് നോട്ട് പറഞ്ഞു തരുമ്പോ എല്ലാ ദിവസവും ഈ നോട്ട് എഴുതിപ്പിക്കലാണ് നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജിലാണ്, പക്ഷെ നമ്മളെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കുക സിസ്റ്റർ. സിസ്റ്റർ ഇങ്ങനെ ക്ലാസ്സിൽ കൂടെ ഇങ്ങനെ ചുറ്റും നടന്നിട്ടാണ് നോട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ നോട്ട് പറഞ്ഞു തന്നോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് സിസ്റ്റർ ഈ നോട്ടിന്റെ ഇടയ്ക്ക് ഉത്തരയുടെ അടുത്തെത്തിയപ്പോ ഉത്തരയോട് ചോദിച്ചു, ഉത്തരം കുളിച്ചില്ലേന്ന് ചോദിച്ചു. ഉത്തരം അന്ന് കുളിക്കാണ്ടാണ് ക്ലാസ്സിൽ വന്നത്. അവളെന്തോ കുളിച്ചില്ല, അവൾക്ക് എന്തോ അസുഖമായിരുന്നോട് കുളിച്ചില്ല. എനിക്കറിയില്ല എന്താ കുളിക്കാത്തത്. അപ്പൊ എല്ലാവരും എഴുതി വെച്ചു ബുക്കിൽ ഉത്തരം കുളിച്ചില്ലേ. കാരണം സിസ്റ്റർ പറയുന്ന ആ താളത്തിലാ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് എല്ലാവരും ബുക്കിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചു ഉത്തരം കുളിച്ചില്ലേന്ന്. എഴുതി കഴിഞ്ഞപ്പോഴും മനസ്സിലായേ അതല്ല പറഞ്ഞത്. നിങ്ങളാണെങ്കിൽ എഴുതാറില്ല, ഞാനൊക്കെ എഴുതിയിട്ടുണ്ട് ഇഷ്ടംപോലെ. ഇത് മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ വേറെ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പണ്ട് നമുക്ക് നോട്ട് തരില്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? അന്നേരം ടീച്ചർമാര് ഈ കുത്ത് കോമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് എന്താ പറയുന്നത്? കോമ അല്ലെങ്കിൽ കുത്തുന്ന് നമ്മളോട് പറയത്തില്ലേ? മലയാളം ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ അങ്ങനെ പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ? എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കോമ എന്ന് പറയുമ്പോൾ കോമ എന്ന് എഴുതി വെക്കും, കുത്തുന്ന് പറയുമ്പോൾ കുത്തുന്ന് എഴുതി വെക്കും. ആ എഴുതി പോകുന്ന ആ ഒരു ഇതിൽ എഴുതി പോകുന്നതാ. അതുപോലെ എഴുതി പോയതാട്ടോ. അതിലെ ക്ഷമിക്കണം. ഇത് പോയില്ലേ ഇതുവരെ? വെട്ടിക്കളയാം. യെസ്, എഫ് ബ്ലോക്ക് പറഞ്ഞോ. അതിലെ എന്താ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് എഫ് ഓർബിറ്റൽ. യെസ്, ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ. യെസ്, ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ enters എഫ് സബ്ഷൻ. അത്രേ ഉള്ളൂ. അതിനെ നമ്മള് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്തോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞു തരാം, പിന്നീട് നമുക്ക് പഠിക്കാം. യെസ്, 54 xenon 6s2 4f0 5d1.
57 ലന്താനം. അതിനുശേഷം ഞാൻ എഴുതുന്നത് 58 സീറിയം. സീറിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 54 xenon, 6s2, 4f2. മിസ്, ഈ ലന്താനമൊക്കെ ഡി ബ്ലോക്ക് അല്ലേ? അതെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതിയത്. ലന്താനം ഡി ബ്ലോക്കാ. ലന്താനം ഡി ബ്ലോക്കിലാ വരുന്നത്. അത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിട്ട് എഴുതിയേ ഉള്ളൂ. 57 ലന്താനം ഡി ബ്ലോക്കിൽ വരുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് ഡിയില. ഇത് ഡി ബ്ലോക്കാ. അത് നിങ്ങൾക്ക് കാണുമ്പോ അറിയാം. പക്ഷേ ലന്താനത്തിന്റെ ബാക്കിയായിട്ടാണ് ഈ സീറിയം വരുന്നതെന്നല്ലേ നമ്മൾ പറയുന്നേ. പക്ഷെ സീറിയം എവിടെയാ വരുന്നേ? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫിലാണ്. അതുകൊണ്ട് സീറിയം എവിടെ പോകും? എഫ് ബ്ലോക്കിൽ വരും. ലന്താനം ഡി ബ്ലോക്കിലാണ് കിടക്കുന്നത്. പക്ഷെ ലന്താനത്തിന്റെ ബാക്കിയായിട്ട് വരുന്ന 14 എലമെന്റുകൾ ആണെങ്കിൽ പോലും ആ ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന കുറച്ച് എലമെന്റുകൾ മാത്രം ഏത് ബ്ലോക്കിലോട്ട് പോയി? എഫ് ബ്ലോക്കിലോട്ട് പോയി. യെസ്, ഇപ്പൊ ഇത്ര ഓർത്ത് വെക്കുക. നമുക്ക് ഡി ആൻഡ് എഫ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അന്നേരം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടക്കം എല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ അത് മനസ്സിലായിക്കോളും. ഇപ്പൊ ഇത്രയും നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫ് സബ്ഷെല്ലിൽ ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് മൊത്തം 28 എണ്ണം ഉണ്ട്. 28 എണ്ണം ഏതൊക്കെയാ? ഒന്ന് ലാന്തനോയിഡ് 14 എണ്ണം ഉണ്ട്, ഒന്ന് ആക്ടിനോയിഡ് 14 എണ്ണം ഉണ്ട്. അങ്ങനെ 28 എലമെന്റുകളാണ് എഫ് ബ്ലോക്കിൽ വരുന്നത്. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ലാന്തനോയിഡ് ആണെങ്കിൽ 4f-ലാണ് ഫില്ലിങ്സ് നടക്കുന്നത്. ആക്ടിനോയിഡ് ആണെങ്കിൽ 5f-ലാണ് ഫില്ലിങ്സ് നടക്കുന്നത്. 5f. ലാന്തനോയിഡിന്റെ കേസിൽ 4f-ലും ആക്ടിനോയിഡിന്റെ കേസിൽ 5f-ലുമാണ് നടക്കുന്നത്. അത്ര ഓർത്തിരുന്നാൽ മതി. യെസ്, അങ്ങനെയാണ്. എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എലമെന്റ് തരാം. ആ എലമെന്റ് ഏത് ബ്ലോക്കിലാണെന്ന് വേഗം ഐഡന്റിഫൈ ചെയ്യാം. എലമെന്റ് ഹീലിയം. ഹീലിയം ബിലോങ്സ് ടു വിച്ച് ബ്ലോക്ക്? നമ്മളൊരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടാണ് ബ്ലോക്ക് പറയുന്നത്. യെസ്, ഭീമ കരീം പറഞ്ഞേ, ഹീലിയം ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക്. പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ച് നോക്കിക്കേ. ഹീലിയം എവിടെ കിടക്കുന്നത്? ഈ ബ്ലോക്ക്. ഈ ബ്ലോക്കില്. അതെന്തുകൊണ്ടാ? നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഇത് എസ് ബ്ലോക്കിൽ വരണമായിരുന്നു. പക്ഷെ അത് എസ് ബ്ലോക്ക് അല്ല, അത് പി ബ്ലോക്ക് ആണ്. എന്തുകൊണ്ട് അത് പി ബ്ലോക്കിൽ വന്നു? ആഷിൻ, എന്തുകൊണ്ടായിരിക്കാം ഹീലിയം പി ബ്ലോക്കിൽ വന്നത്, എസ് ബ്ലോക്കിൽ വരാതെ? ഹീലിയത്തിന്റെ പ്രത്യേകത എന്താ ഹാഷിം? ഹീലിയം നോബിൾ ഗ്യാസ് ആണ്. ഹീലിയം നോബിൾ ഗ്യാസ് ആണ്. ഹീലിയം നോബിൾ ഗ്യാസ് ആയതുകൊണ്ടാണ് ഹീലിയത്തിനെ നമ്മൾ ഗ്രൂപ്പ് 18 കൊണ്ടുപോയി വെച്ചത്. പക്ഷേ ഗ്രൂപ്പ് 18-ലുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും പി ബ്ലോക്കിലാണ് വരുന്നത്. അതുകൊണ്ട് ഹീലിയം പി ബ്ലോക്കിന്റെ അവിടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്, ഓർത്ത് വെച്ചോണം. ഹീലിയം ബിലോങ്സ് ടു എസ് ബ്ലോക്ക്. ഹീലിയം എസ് ബ്ലോക്ക് ആണ്, ബട്ട് കെപ്റ്റ് ഇൻ പി ബ്ലോക്ക്. എസ് ബ്ലോക്കിൽ വരേണ്ട ഒരു എലമെന്റിനെ പി ബ്ലോക്കിൽ കൊണ്ടുപോയി നമ്മൾ വെച്ചിരിക്കുന്നു. അതിന്റെ റീസൺ എന്താ? ഹീലിയം ഒരു നോബിൾ ഗ്യാസ് ആയതുകൊണ്ടിട്ടാണ്. ഹീലിയത്തിന് കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ഷെല്ലാണ്. 1s2 ആണ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് നോബിൾ ഗ്യാസിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടിട്ടാണ് അതിനെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ എന്താന്നുള്ളത്? യെസ്. അപ്പൊ അത് വേഗം നോട്ട് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. What is the exception noticed in the case of helium? Helium belongs to S block, but kept in P block.
along with other group 18 elements. Reason the helium has a completely filled valency shell, that is 1s2, and hence exhibits properties, characteristics of other noble gases. Characteristics of other noble gases. Yes. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? 4 ബ്ലോക്ക് ഉണ്ട്. എങ്ങനെയാണ് ഈ 4 ബ്ലോക്കിലും എലമെന്റുകൾ എൻറ്റർ ചെയ്യുന്നത്? ഇത്രയും കാര്യം മനസ്സിലായോ? എങ്ങനെയാണ് ഇവർ വന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയോ? ഓരോ എലമെന്റുകളെയും നമ്മൾ എന്തുകൊണ്ട് ഓരോ ബ്ലോക്കിലും കൊണ്ട് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ ബ്ലോക്കിലുള്ള എലമെന്റുകളെ പറ്റി ജസ്റ്റ് ഒന്ന് എടുത്തു പഠിക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് ഇപ്പൊ പഠിക്കുന്നുള്ളൂ, കാരണം ഇപ്പൊ ഫോക്കസ് ചെയ്ത് തന്നെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. യെസ്, അതിനുശേഷം ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. യെസ്, ആദ്യം എസ് ബ്ലോക്ക് എലമെന്റ്സുകൾ. എസ് ബ്ലോക്ക് എലമെന്റ്സ് മെയിൻ ഹെഡിങ് കൊടുക്കാം കേട്ടോ. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആദ്യം നമ്മളൊരു ജനറൽ ഐഡിയ ജനറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞേ, എസ് ബ്ലോക്കിൽ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞേ ഫിദ. ഏതൊക്കെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളാണ് എസ് ബ്ലോക്കിൽ വരുന്നത്? ഗ്രൂപ്പ് 1ഉം 2ഉം. യെസ്, ഗ്രൂപ്പ് 1ഉം 2ഉമാണ് എസ് ബ്ലോക്കിൽ വരുന്നത്. റിസ്വാന പറഞ്ഞേ, ഗ്രൂപ്പ് 1ൽ ഉള്ളവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? റിസ്വാന, ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഗ്രൂപ്പ് 2വിന്റെയോ? NS2. ജമീലത്ത് പറഞ്ഞേ, ഗ്രൂപ്പ് 1 എലമെന്റുകൾക്ക് നമ്മൾ പറയുന്ന പേരെന്താ? ഒരു പേര് പറയുമെന്ന് പറഞ്ഞായിരുന്നു നേരം. ഗ്രൂപ്പ് 1 elements are called alkali metals. Alkali metals. ഗ്രൂപ്പ് 2 എലമെന്റുകൾക്ക് പറയുന്ന പേരെന്താ? Alkaline earth metals. Yes, alkaline earth metals. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എസ് ബ്ലോക്ക് എലമെന്റ്സിനോട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിക്കോ. The elements of group 1. ഫസ്റ്റ് പോയിന്റ്, the elements of group 1. അവര് നമ്മൾ പറയുന്ന പേര് alkali metals with NS1 electronic configuration. And group 2 alkaline earth metals with NS2 configuration belongs to S block. Belongs to the S block elements. Yes, belongs to the S block elements. The elements with of group 1 with the NS1 configuration alkali metals and group 2 elements NS2 configuration alkaline earth metals belongs to S block. S block. ഇനി നിങ്ങൾ നോക്കിക്കേ, ഗ്രൂപ്പ് 1 എലമെന്റുകളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാ ഉള്ളത്? അഷ്കറെ, ഗ്രൂപ്പ് 1 എലമെന്റുകളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത്? ഗ്രൂപ്പ് 1
ഒരു ഇലക്ട്രോൺ ആണുള്ളത്. നമുക്കറിയാം ഏതൊരു ആറ്റവും സ്റ്റേബിൾ ആകാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം അല്ലെ. എങ്ങനെയാണ് അവർ സ്റ്റേബിൾ ആകുന്നത് അഷ്കറെ? ഞാൻ കഴിഞ്ഞ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ ലാസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയതാണ്. യെസ്, എലിമെന്റുകൾ എങ്ങനെയാ സ്റ്റേബിൾ ആകുന്നത്? എന്ത് വന്നാലാ സ്റ്റെബിലിറ്റി കിട്ടുക എന്നാണ് നമ്മൾ പറയുന്നത് അഷ്കർ? യെസ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയാൽ അവരെ നമ്മൾ സ്റ്റേബിൾ ആണ് എന്ന് പറയും. ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ ഫാത്തിമ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ അതിനെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗ്രൂപ്പ് 1 എലമെന്റുകളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത് അൽസാഫെ? ഗ്രൂപ്പ് 1 എലമെന്റുകളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണോ ഉള്ളത്? 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ. അപ്പൊ അവർക്ക് സ്റ്റേബിൾ ആകണം എങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺസ് വേണം. അപ്പൊ നോക്കിക്കേ, ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പൊ അവർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇനി എത്ര ഇലക്ട്രോണും കൂടെ വേണം? 7 എണ്ണം കൂടെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആണോ അഫീസ? അഫീസ മ്യൂട്ടാണ് മോളെ. അല്ല. അപ്പൊ അവർ 7 ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? മ്യൂട്ടാണ്. അല്ല, ഒരെണ്ണം കൊടുത്താൽ മതിയില്ലേ? യെസ്, ഒരെണ്ണം കൊടുക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ അങ്ങനെ? അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ മനസ്സിൽ ഇത്രയും വെക്കുക. ഒരു എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ ആകുക എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാൽ മതി. ഈ 8 ഇലക്ട്രോൺസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അവര് ഇലക്ട്രോണിനെ കൊടുക്കും, അല്ലെങ്കിൽ അവർ ഇലക്ട്രോണിനെ വാങ്ങിക്കും. ഏതാണോ എളുപ്പം അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാകുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 7 ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ നിൽക്കൂല, പകരം 1 ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കും. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിലും കൊടുക്കും, 3 എണ്ണം ആണെങ്കിലും കൊടുക്കും, 4 എണ്ണം ആണെങ്കിലോ ഒന്നുകിൽ കൊടുക്കും അല്ലെങ്കിൽ വാങ്ങിക്കും. 5 എണ്ണം ആണെങ്കിലോ 3 എണ്ണത്തിനെ വാങ്ങിക്കാം. 5 എണ്ണത്തിനെ കൊടുക്കുകയല്ല ചെയ്യണേ, 3 എണ്ണം വാങ്ങിക്കും. 6 എണ്ണം ആണെങ്കിൽ 2 എണ്ണം വാങ്ങിക്കും. 7 എണ്ണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ 1 എണ്ണം വാങ്ങിക്കും. 8 എണ്ണം ആണെങ്കിലോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. യെസ്, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഗ്രൂപ്പ് 1 എലമെന്റുകള് ഇലക്ട്രോണിനെ കൊടുത്തിട്ടാണോ സ്റ്റേബിൾ ആകുന്നത്, അതോ 7 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടാണോ സ്റ്റേബിൾ ആകുന്നത്? അംജദ് അവരെന്താ ചെയ്യുന്നേ? കൊടുക്കുവോ അതോ വാങ്ങിക്കുവോ? കൊടുക്കും. എത്ര ഇലക്ട്രോണിനെ കൊടുക്കും ഗ്രൂപ്പ് 1 ഒരെണ്ണത്തിന്. ഒരെണ്ണം. ഗ്രൂപ്പ് 2 എത്രണ്ണം കൊടുക്കും? ഗ്രൂപ്പ് 2 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പൊ ഒരു 6 എണ്ണത്തിനെ വാങ്ങിക്കോ, 2 എണ്ണം കൊടുക്കുവോ? 2 എണ്ണം കൊടുക്കും. 2 എണ്ണം കൊടുക്കും. കൊടുത്താൽ എന്ത് ചാർജാ കിട്ടുന്നത് മെറിൻ? ഇലക്ട്രോണിനെ കൊടുത്താൽ എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് അല്ലേ? ആണോ? ആലോചിച്ച് നോക്കിട്ട് പറയണം. കൊടുക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. പോസിറ്റീവ് കിട്ടുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. കാരണം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാ. അപ്പൊ നമുക്ക് കിട്ടുമ്പോൾ നെഗറ്റീവ് ചാർജാ, പോകുമ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം ഗ്രൂപ്പ് 1 എലമെന്റുകളും ഗ്രൂപ്പ് 2 എലമെന്റുകളും എസ് ബ്ലോക്കിലാണ് വരുന്നത്. ഗ്രൂപ്പ് 1 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ഗ്രൂപ്പ് 2 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോണുകളെ കൊടുക്കും. ഗ്രൂപ്പ് 1 ഉള്ളവരെ 1 ഇലക്ട്രോണിനെ കൊടുത്താൽ 1 പോസിറ്റീവ് ചാർജ് കിട്ടും, 2 ഇലക്ട്രോണിനെ കൊടുത്താൽ 2 പോസിറ്റീവ് ചാർജ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ എലമെന്റുകള് ഹൈലി റിയാക്റ്റീവ് ആണ് എന്നാ പറയുന്നത്. കാരണം അവര് 2 ഇലക്ട്രോണിനെ അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ കൊടുത്ത് പെട്ടെന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് അവര് ഹൈലി സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചു കൊടുക്കുക. അപ്പൊ ആ പോയിന്റ് കൂടെ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ മാത്രം. ഗ്രൂപ്പ് 1 elements have only 1 electron in the outermost shell and they readily give out the electron
the electron and acquire a positive charge. Similarly, group 2 donates 2 electrons from the outer shell and become and acquire 2 positive charge. എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. സോഡിയം ഗ്രൂപ്പ് 1-ലുള്ളതാ. അത് ഒരു ഇലക്ട്രോണിനെ കൊടുത്താൽ, ഒരു ഇലക്ട്രോൺ പോയാൽ Na+ ആകും. മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതാ. 2 ഇലക്ട്രോണിനെ കൊടുത്താൽ Mg2+ ആകും. ഈ ഒരു 2 കാര്യം മനസ്സിൽ വെച്ചോളുക. ഇത്രയും കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തേർഡ് ചാപ്റ്റർ പഠിക്കാനും. യെസ്. Yes. Then P block elements. Next. എഴുതിയെടുത്തോ എല്ലാവരും? Next P block elements. അശ്വതി, എന്താ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പി ബ്ലോക്ക് 12 to 18 അല്ല 13 to 18. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണെന്നല്ല ചോദിച്ചത്, എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ്? പി സബ്ഷെൽ തന്നെ. യെസ്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലിൽ ആണെങ്കിൽ അതിനെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. യെസ് ക്രിസ്റ്റഫർ, പി ബ്ലോക്കിൽ വരുന്നത് ഏതൊക്കെ ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകളാണ് പി ബ്ലോക്കിൽ വരുന്നത്? ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ള. ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് പി ബ്ലോക്കിൽ വരുന്നത്. യെസ്, അപ്പൊ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. പിയിൽ ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പാ ലുക്മാൻ? പിയിൽ ഒരു ഇലക്ട്രോൺ വന്നാല് ലുക്മാൻ പി ബ്ലോക്ക്. പി ബ്ലോക്ക് അത് ഏത് ഗ്രൂപ്പാന്ന് പറഞ്ഞേ? പിയിൽ ഒരു ഇലക്ട്രോൺ വരുന്നത് ഏത് ഗ്രൂപ്പാ? പി ബ്ലോക്കിൽ ഏത് ഗ്രൂപ്പാ പിയിൽ 1 വരുന്നത്? നോബിൾ ഗ്യാസ് ആണോ? ഞാൻ അവിടെ നോക്കി പീരിയോഡിക് ടേബിൾ നോക്കിട്ട് പറയാം. P1 ആണോ നോക്ക്. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും. P1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഏത് ഗ്രൂപ്പാണ്? ബോറോൺ. ബോറോണിന്റെ ഗ്രൂപ്പ് അത് ഏതാ ഗ്രൂപ്പാ? ഗ്രൂപ്പിന്റെ നമ്പർ പറഞ്ഞേ. ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 13. P2 വരുന്നത് ഏത് ഗ്രൂപ്പാ? P2 തന്നെ ഗ്രൂപ്പ് 14. ഗ്രൂപ്പ് 14. P6 വരുന്നത് ഏതാ? P6 ആദ്യ ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 18. അപ്പൊ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെ നോക്കുവാണെങ്കിൽ അവരെല്ലാവരും പി ബ്ലോക്കിലാ വരുന്നേ. പിയിൽ ഉള്ള ഇലക്ട്രോണിന്റെ നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് വേരി ചെയ്യുന്നത് 1 to 6 ആണ്. ശരിയല്ലേ? ഗ്രൂപ്പ് 13 P1, ഗ്രൂപ്പ് 14 P2, ഗ്രൂപ്പ് 15 P3, ഗ്രൂപ്പ് 16 P4, ഗ്രൂപ്പ് 17 P5, ഗ്രൂപ്പ് 18 P6. എസ് എല്ലാവരുടെയും എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എസിൽ 2 ഇലക്ട്രോൺ ആണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ റിസ്വിൻ? ആണോ? ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെ നോക്കുവാണെങ്കിൽ എസിൽ 2 ഇലക്ട്രോണും പിയിലാണല്ലേ വേരിയേഷൻ വരുന്നത്. നിങ്ങൾ ഈ പീരിയോഡിക് ടേബിൾ എന്തിനാ നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ എടുത്തു വെച്ച് നോക്കാൻ പറഞ്ഞില്ല, അതിനല്ലേ തുറന്നു വെക്കാൻ പറഞ്ഞു. അത് നോക്കി പറ മക്കളെ. എസിൽ 2 ഇലക്ട്രോണും പിയിലാണ് വേരിയേഷൻസ് പി ബ്ലോക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൂപ്പ് 1 NS1 എഴുതി, ഗ്രൂപ്പ് 2 NS2 എഴുതി. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇവരുടെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. NS ൽ 2 ഇലക്ട്രോൺ, പി ബ്ലോക്കിൽ എല്ലാവർക്കും NS ൽ 2 ഇലക്ട്രോൺ, S ൽ 2 ആണ്.
ടിയിലാണ് വേരി ചെയ്യുന്നത്, അത് 1 to 6 ആണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതാം. ജനറൽ ഇലക്ട്രോണിക് configuration of p block elements is ns2np126. ഗ്രൂപ്പ് 13 ആണെങ്കിൽ അത് ns2np1 എന്ന് വന്നേനെ. ഗ്രൂപ്പ് 14 ആണെങ്കിൽ അത് ns2np2 എന്ന് വന്നേനെ. ഗ്രൂപ്പ് 18 ആണെങ്കിൽ അത് ns2np6 വന്നേനെ. അപ്പൊ ജനറലി നമുക്ക് പറയാം എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, പിയിലാണ് വേരിയേഷൻ കാണിക്കുന്നത്. അത് 1 to 6 വരെ വേരി ചെയ്യാൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എലമെന്റ് ഓർ ഗ്രൂപ്പ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ns2np1 to 6. ns2np1 to 6 and also mention group 13 to group 18 belong to p block. പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഗ്രൂപ്പ് 17 എലമെന്റ്സിന് ഒരു പേര് പറയൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ഫർഹാൻ, ഗ്രൂപ്പ് 18 എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരെന്താ? ഗ്രൂപ്പ് 18. ഫർഹാൻ, ടീച്ചർ. ഗ്രൂപ്പ് 18 എലമെന്റ്സിന് പറയുന്ന നോബിൾ ഗ്യാസ്. അർജുൻ, ഗ്രൂപ്പ് 17 പറയുന്ന പേരെന്താ? അർജുൻ, നോബിൾ ഗ്യാസ്. യെസ്, അർജുൻ ഗ്രൂപ്പ് 17. ഹാലോജൻ. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ്. ഗ്രൂപ്പ് 17 പറയുന്ന പേര് അർജുൻ. ഹാലോജൻസ്. ഹാലോജൻസ്. ആൽഫിയ വിആർ ഗ്രൂപ്പ് 16 പറയുന്നവരെന്നെ മോളെ? ചാൽക്കോജൻസ്. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ്, ഗ്രൂപ്പ് 17 ഹാലോജൻസ് ആൻഡ് ഗ്രൂപ്പ് 16 ചാൽക്കോജൻസ്. ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും ഉള്ളവരുടെ പേര് നമ്മൾ ആൽക്കലി മെറ്റൽ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നാ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും ഉള്ളവരെല്ലാം മെറ്റൽസ് ആണ്. പി ബ്ലോക്കിൽ വരുന്ന എലമെന്റുകളെ നമ്മൾ നോൺ മെറ്റൽസ് ആയിട്ടാ പറയുന്നത്. അതിലൊരു 70% നോൺ മെറ്റൽസ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ് ആർ നോൺ മെറ്റൽസ്. P block elements are non-metals and some metals are, we can see in the bottom part of the P block. P block in the താഴത്തോട്ട് വരുന്തോറും കുറച്ച് മെറ്റൽസിനെയൊക്കെ നമുക്ക് കാണാം. പക്ഷെ most of the elements of P block are non-metals. Non-metals. Yes. Then D block elements. D block elements ഏത് ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയാ മർസ? D block elements 3 to 12. Yes. D block elements എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 3 to 12. ഗ്രൂപ്പ് 3 to 12 ആണ്. ഇവരുടെ ജനറൽ ഇവരെല്ലാവരും മെറ്റൽസ് ആണ്. ഡി ബ്ലോക്കിലുള്ള എല്ലാവരും മെറ്റൽസ് ആണ് കേട്ടോ. They are all metals. ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. ഡി ബ്ലോക്കിലുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയിട്ട് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ആ സ്കാൻഡിയം തൊട്ട് 21 തൊട്ട് 30 വരെയുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 21 തൊട്ട് 30 വരെയുള്ള എലമെന്റ്, സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള എലമെന്റുകൾ നോക്കുക. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും.
എഴുതി കഴിഞ്ഞവര് ആരുമില്ല, എല്ലാരും ചുമ്മാ ഇരിക്കണല്ലോ. എഴുതി കഴിഞ്ഞവരെ യോഗിക്ക്. ആരും കഴിഞ്ഞില്ല? പള്ളി റോസ്ബെരിയാ? യെസ് റോസ്ബെരിയ, എന്താണ് കിട്ടിയത്? മിസ് ശരിയാണോന്ന് അറിയത്തില്ല. പറഞ്ഞോ. 3d raised to n 4 to 7 s2. 4 to 7 s2. 3 to 6 dn 4 to 7 s2. 3 to 6. ഗ്രൂപ്പ് 3 തൊട്ട് 6 വരെയുള്ള രീതിയിലായിരിക്കും. യെസ് അർജുൻ. ടീച്ചർ അത് ND 1 to 10 NS 1 to ND 1 to 10 NS 1 to 2 NS 2 അല്ലേ? യെസ്. ആൽഫിയക്ക് എന്നാ കിട്ടി? ആൽഫിയ ഇല്ല, ആൽഫിയക്ക് കിട്ടിയില്ല. അൻസാഫിന് എന്നാ കിട്ടി? അൻസാഫെ NS2 ND 1 to 10. NS2 ND 1 to 10. അത് എഴുതിയിരിക്കുന്നത് ഒരുമാതിരി ശരിയാ. NS2 നമ്മൾ ഒരിക്കലും ഈ എന്നിന്റെ നമ്പർ പറയില്ല കേട്ടോ റോസ്ബെരിയ. NS2 ND 1 to 10 എന്ന് പറഞ്ഞു. ഇങ്ങനെ എഴുതിയാല് ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം NS കഴിഞ്ഞിട്ടുള്ള N അല്ല നമ്മൾ എടുക്കുന്നത്. ഓപ്പോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങൾ നൽകിയില്ലേ, സ്കാൻഡിയത്തിന്റെയും ടൈറ്റാനിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയേ. ഞാൻ പറഞ്ഞുതരാം. സ്കാൻഡിയം 21 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതേപോലെ 22 ടൈറ്റാനിയം എഴുതുക. അതുപോലെ മാംഗനീസ് 25 എഴുതുക. അതുപോലെ സിങ്ക് 30 എഴുതുക. വേഗം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഞാനിത് മുഴുവനായിട്ട് എഴുതിയിട്ടില്ല കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കിക്കേ. 4s2 3d1 4s2 3d2 4s2 3d10 4s2 3d5 ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ n വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. എല്ലാവരുടെയും എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ NS2 എന്ന് കൊടുത്തു. ഈ ലാസ്റ്റ് ഷെല്ല് എന്ന് ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് ക്വാണ്ടം നമ്പറിനെ നമ്മൾ n എന്ന് കൊടുക്കുന്നത്. 4th 1 ആണ് അവിടെ ഉള്ളത്. പിന്നെ ഡിയിലാ ഫിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ n ഏതാണോ എന്നിനേക്കാളും ഒന്ന് കുറഞ്ഞ ഡിയിലല്ലേ അവിടെ ഫിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ കേസിലും അങ്ങനെ തന്നെയാ. ഈ കേസില് n എന്ന് പറയുന്നത് 4, പക്ഷെ എന്നിനേക്കാളും ഒന്ന് കുറഞ്ഞ ഡി 3Dയിലാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. അതെല്ലാ കേസിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഡി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, n-1 ഡി 1 to 10 വരെ വേരി ചെയ്യാം. ഇവിടെ NS2 എന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. കാരണം ക്രോമിയം 24 എഴുതിയാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ND5 ആ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടതായിട്ട് വരും? ഇവിടെ NS1 to 2 എന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. NS1 to 2 ND1 to 10. ഡി ബ്ലോക്കിൽ വേറെ എല്ലാ എലമെന്റുകളുടെ കുറച്ചും കൂടെ താഴത്തോട്ട് നമ്മൾ ഡി ബ്ലോക്കിന്റെ പോകുമ്പോൾ അത് പിന്നെയും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ പിന്നെയും വേരിയേഷൻ വരും. NS0 to 2 N-1 to 10 എന്ന് വരും. അപ്പൊ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS0 to 2. ചില കേസുകളിൽ എസിൽ നിന്നുള്ളതിന് മുഴുവനായിട്ടും കൊടുക്കേണ്ട സാഹചര്യമൊക്കെ വരും. അത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മുഴുവൻ എഴുതുമ്പോൾ ക്ലിയർ ആകും. NS0 to 2 D1 to N-1 D1 to 10 എന്നാണ് വരുന്നത്. യെസ്. അപ്പൊ ബാക്കി കാര്യം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്.
Thank you, miss. Thank you, Thank you, miss.